So, last class we are discussing about digital manufacturing concept. അല്ലെ, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നാല് ഐഡിയ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, DM-ന്റെ. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയ, ടേക്കിംഗ് കൺട്രോൾ ഫോർ സെന്റർ പറഞ്ഞു, ഡിസൈൻ ഫോർ സെന്റർ പറഞ്ഞു അല്ലെ, ടേക്കിംഗ് മാനേജ്മെന്റ് ആസ് ഇറ്റ് സെന്റർ പറഞ്ഞു, മാനുഫാക്ചറിങ് ആസ് ഇറ്റ് സെന്റർ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് DM, ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ ടോട്ടൽ റിസർച്ച് അല്ലെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ ഡെഫിനിഷൻ വരുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. സോ what actually it is that, it's clear that the concept of DM is the result of merging process of digital technologies, digital technology, network information technology, manufacturing technology. ഇങ്ങനെ ഡീറ്റൈസിങ് പ്രോസസ്സിൽ വരുന്ന, മാനുഫാക്ചറിങ് എന്റർപ്രൈസസിൽ വരുന്ന ഡീറ്റൈസിങ് പ്രോസസ്സ് അല്ലെ, പ്രൊഡക്ഷൻ സിസ്റ്റംസ്, മാനുഫാക്ചറിങ് സിസ്റ്റംസ്, ഇങ്ങനത്തെ കുറേ പ്രോസസ്സുകളുടെ മേർജിങ് ആണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഓഫ് DM എന്ന് പറയുന്നത്. സോ 4 തരത്തിൽ നമുക്ക് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഇങ്ങനെ ഐഡിയ എന്നുള്ള രീതിയിൽ 4 രീതിയിൽ നമുക്ക് പറയാം അല്ലെ. ബൈ കീപ്പിംഗ് കൺട്രോൾ ആസ് ഇറ്റ് സെന്റർ, ഡിസൈൻ ആസ് ഇറ്റ് സെന്റർ, മാനേജ്മെന്റ് ആസ് ഇറ്റ് സെന്റർ ആൻഡ് മാനുഫാക്ചറിങ് ആസ് ഇറ്റ് സെന്റർ. സോ ഇത്രയാണ് പറഞ്ഞത്. സോ ഇഫ് യു says about features and developments of some DMs, already know നമ്മളിത് ഒരു പ്രാവശ്യം സ്ലൈഡ് ഇല്ലാതെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലെ, ഫീച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ DM. സോ ഒരു ന്യൂ മാനുഫാക്ചറിങ് ടെക്നോളജി അല്ലെ, മാനുഫാക്ചറിങ് മോഡ് എന്നുള്ള രീതിയിൽ DM എന്ന് പറയുന്നത് അല്ലെ, വേ ഓഫ് പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് വേണേൽ പറയാം. ഓക്കെ, സോ DM is a way of promoting the development of manufacturing industry. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DM's ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ 3 ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് വെൻ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് എക്സ്പ്രസ്ഡ്, its digital expression has exclusive meaning and is reusable. Okay, the first features of a DM is that when it is described and expressed, this DM, its digital expression has exclusive meaning, okay, and is reusable. ഓക്കെ, അപ്പം ഒരു ബ്രോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ, ബ്രോഡ്കാസ്റ്റ് ബൈ ഓൺലി വൺ സോഴ്സ് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര മീനിങ്ഫുള്ളും ആണ്, ഇത് നേരെ റീയൂസബിളും ആണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഡിജിറ്റൽ എക്സ്പ്രഷൻ ഹാസ് എക്സ്ക്ലൂസീവ് മീനിങ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തത്, when it is analyzes manufacturability and evaluates the performance of a product, it has the predictability of product development and product performance. നമ്മൾ മാനുഫാക്ചറബിലിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, DM when it analyzes എന്ന് ഉദ്ദേശിക്കുന്നത്, when DM analyzes manufacturability and evaluates the performance of a product, ഒരു പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഹാസ് predictability of the product development and product performance. So by using digital manufacturing, we can predict the product development and the product performance. Okay, and the last one, in the network environment, manufacturing activities have independent in distance, time and location. Okay, അതായത് ഒരു നെറ്റ്വർക്ക് എൻവയോൺമെന്റ് ബേസിസിൽ പറയുന്നതാണെങ്കിൽ, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിന് നോർമലി അല്ലെ ഹാവ് ഇൻഡിപെൻഡൻസ് ഇൻ ഡിസ്റ്റൻസ്, ടൈം ആൻഡ് ലൊക്കേഷൻ. അതായത് ഏത് ടൈം, ഏത് ഇത്ര ഡിസ്റ്റൻസ് വിട്ടേ നമുക്ക് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. നെറ്റ്വർക്ക് എൻവയോൺമെന്റിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് DM. ഇതാണ് നമ്മൾ ഇത്ര കാലം അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് DM എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതിനെ ചുരുക്കി ഒരു 3 പറയുകയാണെങ്കിൽ, ഓക്കെ, സോ this is the 3 important features of DM are, okay, when it is described and expressed, it has digital expression, its digital expression have exclusive meaning, right, and is reusable. When it is
analyzes manufacturability and evaluates the performance of a product. It has the predictability of the product development and product performance. And in the network environment, manufacturing activities has independence in distance, time and location. ഓക്കെ, അപ്പം ഈ 3 പോയിന്റ് നിങ്ങൾ ഇതുപോലെ പഠിക്കണം. ഓക്കെ, ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഇത് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വെറും ഈ 3 പോയിന്റ് എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ആ ഒരു രീതിയിൽ ചോദിക്കാം, ഇനിയും ചോദിക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഡി എം. അപ്പം നിങ്ങൾ ഫീച്ചേഴ്സ് ഓഫ് ഡി എം എന്ന് പറഞ്ഞിട്ട് വേറെ കഥ എഴുതി കഴിഞ്ഞാൽ ഇത്ര ഫുൾ മാർക്ക് കിട്ടില്ല. വെറും ഈ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഡി എം എന്ന് പറയുന്നത് ഒരു സയൻസ് ഫൗണ്ടേഷൻ, അതായത് ട്രഡീഷണൽ മാനുഫാക്ചറിങ്ങിന്റെ സയൻസിന്റെ ഭാഗത്തുള്ള ഇന്നോവേഷൻ ആണ് എനിക്ക് പറയാം. സോ ഡി എം ഇന്നോവേറ്റ്സ് ദ സയൻസ് ഫൗണ്ടേഷൻ ഓഫ് ട്രഡീഷണൽ മാനുഫാക്ചറിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യും, അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ മാനുഫാക്ചറിങ്ങിന്. അതായത് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ മാനുഫാക്ചറിങ് ഉണ്ടാവില്ലേ, നമ്മളെ പ്രൊഡക്റ്റ് ഡിസൈൻ മാനുഫാക്ചറിങ്, അതിനെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്വാണ്ടിഫിക്കേഷനിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സീരീസ് ഓഫ് ബേസിക് തിയറീസും കീ ടെക്നോളജിക്കൽ ഇഷ്യൂസും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ്റെ ഡിജിറ്റൽ എക്സ്പ്രഷൻ, മോഡലിങ്, സിമുലേഷൻ. അതായത് മോഡലിങ് സിമുലേഷൻ അല്ലേ, മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഒരു മോഡൽ എങ്ങനെ, ഇപ്പം പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ, അതായത് ഡിജിറ്റൽ എക്സ്പ്രഷൻ ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡിജിറ്റൽ എക്സ്പ്രഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, ഒരു ഡിജിറ്റൽ പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി അല്ലെ, ഓപ്പൺ ന്യൂമറിക് കൺട്രോൾ ടെക്നോളജി. ഈ ഒരു രീതിയിലുള്ള പല ബേസിക് തിയറീസ് അല്ലെങ്കിൽ കീ ടെക്നോളജീസ് ആണ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മളെ ഡി എം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മാനുഫാക്ചറിങ് ഇന്നോവേറ്റ്സ് അല്ലെ, ഒരു സയൻസ് ഫൗണ്ടേഷൻ ഓഫ് ട്രഡീഷണൽ മാനുഫാക്ചറിങ് എന്നാണ് പറയാം. ആൻഡ് ഇറ്റ് കൺവേർട്സ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ മാനുഫാക്ചറിങ് ഇൻ ടു കോംപ്രഹെൻസീവ് digital quantification. So the basic theoretical research of DM focuses on the basic theoretical research of DMന്റെ ബേസിക് തിയററ്റിക്കൽ റിസർച്ച് എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടേഷണൽ ജോമെട്രിക് റീസണിങ്, കാൽക്കുലേഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഫോർമേറ്റീവ്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ അറ്റ് പ്രസന്റ് ബേസിക് തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഇതിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, DMന്റെ തിയററ്റിക്കൽ റിസർച്ച്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ തിയററ്റിക്കൽ റിസർച്ച് രണ്ട് മോഡുണ്ട്, ഓപ്പറേഷൻ മോഡ് ആൻഡ് ആർക്കിടെക്ചർ മോഡ് എന്ന് പറയും. അതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും what is the difference, okay, how DM is being broadly used, എങ്ങനെയാണ് അതിൻ്റെ DMന്റെ കോൺസെപ്റ്റിന്റെ യൂസേജ്, എങ്ങനെയാണ് DM എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ശരിക്കൊരു വളരെ തിയററ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ DM we can say that ഒരു കൺസ്ട്രെയിൻഡ് അനാലിസിസ് എന്നൊക്കെ കേട്ടില്ലേ, കൺസ്ട്രെയിൻഡ് അനാലിസിസ്, പിന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു മൾട്ടി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതായത് ടൈം, കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോമെട്രി, ഫിസിക്സ്, ടെക്നിക്ക്, അല്ലെങ്കിൽ ഏത് അതർ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് കണ്ടീഷൻ. ഓക്കെ, ഈ ഇത്രയും കണ്ടീഷൻസ്, അതായത് ഫങ്ഷൻസ് ഉപയോഗിച്ച്, ജോമെട്രിക്സ് ഉപയോഗിച്ചിട്ട്, ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വാട്ട് ആൻഡ് ഹൗ, ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പിങ്ങിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്ന് റിയലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു കീ തിയററ്റിക്കൽ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ദ കീ തിയററ്റിക്കൽ ഇഷ്യൂസ് ഇൻ DM
is actually to create this constraint analysis and solve that particular constraint problem. Okay, ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ഒരു മൾട്ടി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പിങ്ങിന്റെ സംഭവം ഉണ്ടാവില്ലേ, ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവില്ലേ, അതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവില്ലേ, ആ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് പർട്ടിക്കുലർ കീ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ സാർ. നമുക്ക് കുറെ പുതിയ ടേംസ് കേൾക്കുന്നത് പോലെ ഉണ്ടാവും. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് CNC അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് അറിയാമെന്നല്ലാതെ ഇതിന്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ടിലോട്ട് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ 4 ഐഡിയാസ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഇതൊരു ബേസിക്കലി ഫുൾ തിയറിറ്റിക്കൽ പോർഷനാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പം ഫീച്ചേഴ്സ് ഓഫ് DM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ട്. അത് ഈ 3 പോയിന്റ്സ് ആണ്. അതായത് ഫീച്ചേഴ്സ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ന്യൂലി മാനുഫാക്ചറിങ് ആസ് എ ന്യൂ മാനുഫാക്ചറിങ് ടെക്നോളജി അല്ലെങ്കിൽ ആസ് എ ന്യൂ മാനുഫാക്ചറിങ് മോഡ്. ഹൗ വെൽ എ DM become അതായത് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഡെവലപ്മെന്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ 3 പോയിന്റുകളാണ് മെയിനായിട്ട്. അത് ആദ്യത്തെ 3 പോയിന്റാണ് നിങ്ങൾ ഈ സ്ലൈഡ് കാണുന്നത്. ഓക്കെ, വെൻ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്, അതായത് DM എന്ന് പറയുന്ന ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ and expressed, its digital expression has exclusive meaning and is reusable. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അനലൈസസ്, അതായത് മാനുഫാക്ചറബിലിറ്റി ആൻഡ് ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഹാസ് ദ പ്രഡിക്റ്റബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്. ഇത് എത്രത്തോളം ഡെവലപ്പ് ആവും, എങ്ങനെ ഡെവലപ്പ് ആവും, ഏത് ഏരിയയിൽ ഡെവലപ്പ് ആവും, അങ്ങനെ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ചിരിക്കും അത്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ product and product performance, how well in market this product will be. Okay, പിന്നെ ഉള്ളത് ഈ നെറ്റ്വർക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അങ്ങനെ ഇന്ന സ്ഥലം പിന്നെ സമയം എന്നൊന്നുമില്ല. The network environment can do the manufacturing activities independently. Okay, ഈ 3 പോയിന്റ് എല്ലാവരും നിങ്ങളെ വൃത്തിയിൽ പഠിക്കാം, ഇതുപോലെ എഴുതാൻ പറ്റണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DM ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എന്താണ് ഇന്നോവേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്താണ് ഇന്നോവേറ്റ് ചെയ്യുന്നത്? ഒരു ട്രഡീഷണൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ കൺവേർട്ട് ചെയ്യുക ഒരു സാധാരണ പ്രൊഡക്റ്റ് ഡിസൈനിനെ അതിൻ്റെ കോംപ്രഹെൻസീവ് ഡിജിറ്റലായിട്ട് ക്വാണ്ടിഫിക്കേഷനായിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പം കുറേ ഡിജിറ്റൽ എക്സ്പ്രഷൻസ്, ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ മോഡലിങ്, സിമുലേഷൻ, ഡിജിറ്റൽ പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ സൈഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് വരുന്നത്. അതാണ് ഞാൻ നെക്സ്റ്റ് പോയിന്റ് എഴുതിയത്. ദ ബേസിക് തിയററ്റിക്കൽ റിസർച്ച് ഓഫ് DM ഫോക്കസസ് ഓൺ കമ്പ്യൂട്ടേഷണൽ ജോമെട്രിക് റീസണിങ്, കാൽക്കുലേഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ബേസിക് തിയററ്റിക്കൽ റിസർച്ച്. DMന്റെ ബേസിക് തിയററ്റിക്കൽ റിസർച്ച് ഫോക്കസ് ചെയ്യുന്ന സ്ഥലം ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇൻ ദ നെറ്റ്വർക്ക് എൻവയോൺമെന്റ്, മാനുഫാക്ചറിങ് എക്യുപ്മെന്റ്സ് കപ്പാസിറ്റി ടു ഹാൻഡിൽ ദ digital information is an important characteristics of DM system. ടോട്ടൽ DM സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് എക്യുപ്മെന്റിന്റെ കപ്പാസിറ്റി, അതായത് ഡിജിറ്റൽ ഇൻഫർമേഷൻസ് വേണമല്ലോ. ഓക്കെ, അപ്പം ആ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മാനുഫാക്ചറിങ് എക്യുപ്മെന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞാൽ ഒരു
തിയററ്റിക്കൽ ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതായത് ശരിക്കൊരു കീ ഇഷ്യൂ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ തിയററ്റിക്കൽ കീ ഇഷ്യൂ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഇഷ്യൂ, കൺസ്ട്രെയിന്റ് അനാലിസിസ് ചെയ്യാനും അതിനെ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, കൺസ്ട്രെയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് മനസ്സിലാവും ഹൗ ടു റിയലൈസ് ദിസ് പ്രൊഡക്റ്റ് ഡെവലപ്പിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ടൈം, കോസ്റ്റ്, അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ബീങ്, പല ഡിഫറെന്റ് കണ്ടീഷൻസ്, ഫാക്ടേഴ്സ്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കീ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇപ്പൊ കുറച്ചു എന്തെങ്കിലുമൊക്കെ മനസ്സിലായിനോ ഞാൻ പറയുന്നത്? ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മോഡൽ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ മോഡൽ അല്ലെങ്കിൽ ഫിസിക്കൽ മോഡൽ, പ്രോട്ടോടൈപ്പിന്റെ മോഡൽ, അതൊക്കെയാണ്. ഓക്കെ, ഈ ജോമെട്രിക് മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഡിസ്ക്രൈബിംഗ് മോഡൽസ് ആണ്. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് എങ്ങനെ ദിസ് സ്റ്റഡി ഇൻക്ലൂഡ്സ്, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്റ്റഡി എന്തിനൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, the first one, the complex trajectory of the cutters that generates automatically under high speed conditions. അപ്പോൾ ഇത് എവിടെയൊക്കെ ആപ്ലിക്കബിൾ, അതായത് സ്റ്റഡി എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയൊക്കെയാണെന്നുള്ളതാണ്. സോ കോംപ്ലക്സ് ട്രാജക്ടറി ഓഫ് കട്ടേഴ്സ് ദാറ്റ് ജനറേറ്റ്സ് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഹൈ സ്പീഡ് കണ്ടീഷൻ. ഹൈ സ്പീഡ് കണ്ടീഷനിൽ വളരെ കോംപ്ലക്സ് ട്രാജക്ടറീസ് ഉള്ള കട്ടേഴ്സ്, അല്ലെ, കട്ടേഴ്സ് അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഹൈ ആക്യുറസി മെഷീനിങ്ങിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്റർഫിയറൻസ് ചെക്കിങ് ആൻഡ് എറർ കോമ്പൻസേഷൻ, അല്ലെ, എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വേസിലുള്ള ഇന്റർഫിയറൻസ് ചെക്കിങ്ങും പിന്നെ എറർ കോമ്പൻസേഷനും. ഡൈനാമിക് മോഡലിംഗ്, അല്ലെ, ഡൈനാമിക് മോഡലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് സിമുലേറ്റിംഗ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ മോഡൽ ഓർ പ്രോട്ടോടൈപ്പ് മോഡൽ, അല്ലെ, ഇങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരു ഡൈനാമിക് സിമുലേറ്റിംഗ് മോഡൽസ് എന്നാണ് പറയുക. ഓക്കെ, അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ദെൻ പാരാമീറ്റർ ഐഡന്റിഫിക്കേഷൻ ഇൻ ഡ്രൈവ് സിസ്റ്റംസ് and the influence of temperature, stress and other physical parameters on extreme working conditions. ഇതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് പാരാമെട്രിക് ഐഡന്റിഫിക്കേഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഡ്രൈവ് സിസ്റ്റത്തിലെ പാരാമെട്രിക്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഇതിൽ മോസ്റ്റ്ലി ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ, ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഈ നെറ്റ്വർക്ക് എൻവയോൺമെന്റിൽ, അല്ലെ, മാനുഫാക്ചറിങ് എക്യുപ്മെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെ, ഡീറ്റെയിൽ ഇൻഫർമേഷൻ എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി അതൊരു ഫാക്ടർ എന്ന് പറയുന്നില്ലേ. അതുപോലെ ഒരു പർട്ടിക്കുലർ ഡ്രൈവ് സിസ്റ്റത്തിൽ എന്തൊക്കെ പാരാമീറ്റർ ഐഡന്റിഫിക്കേഷൻ ആണുള്ളത്, പിന്നെ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് ഓഫ് ദീസ് ടെമ്പറേച്ചർ, സ്ട്രെസ്, അല്ലെങ്കിൽ അധികം, അതായത് ഒരു വർക്കിംഗ് കണ്ടീഷനിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ എങ്ങനെ അത് ഒരു സിസ്റ്റം, ഒരു ടോട്ടൽ സിസ്റ്റം എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഫുൾ, ഏതൊക്കെ പാരാമീറ്റേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു, ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ഡിജിറ്റൽ മാനുഫാക്ചറിങ് കൊണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദിസ് ഓൾസോ. പിന്നെയുള്ളത് ഹൈ സ്പീഡ് ട്രാക്കിംഗ്, അല്ലെ, കൺട്രോൾ ഇൻ ന്യൂമറിക്കൽ ട്രേസർ അണ്ടർ വിഷ്വൽ ഗൈഡൻസ്, അതായത് ഹൈ സ്പീഡ് ട്രാക്കിംഗ്. ഓക്കെ, ഹൈ സ്പീഡ് ട്രാക്കിംഗ്. പിന്നെ അഡാപ്റ്റീവ് കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് ഓട്ടോണോമസ് കൺട്രോൾ ഫോർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് കണ്ടീഷൻസ്. പല ഓട്ടോണോമസ് ആയിട്ടുള്ള കൺട്രോൾസ്, അതിന്റെ കപ്പാസിറ്റി, അതിന്റെ എബിലിറ്റി, ഈ കാര്യങ്ങൾക്കൊക്കെ DM
അതായത് ടി എമ്മിന്റെ സ്റ്റഡി, ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ സ്റ്റഡി അല്ലെ. നമ്മൾ പറഞ്ഞു ഈ ബേസിക് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഡെവലപ്പിംഗ് സ്റ്റേജിലുമാണ്, ഡെവലപ്ഡും ആണ് അല്ലെ, ആ രീതിയിലുള്ള. അപ്പം അതിന്റെ ടോട്ടൽ സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്രയുമാണ്. ഓക്കെ ഓക്കെ കട്ടർ ഇന്റർപോളേഷൻ, ഓപ്പറേഷൻ ഓഫ് CNC മെഷീൻ, പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട്. ഓക്കെ ഇതൊക്കെ അറിയില്ലേ, ഇൻഡസ്ട്രിയൽ റോബോട്ടിന്റെ ഒരു മോഷൻ പ്ലാനിങ്, പിന്നെ അങ്ങനത്തെ കുറെ റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ ഓക്കെ സാർ. അപ്പൊ ഈ പറയുന്ന റിസർച്ച് ഒക്കെ, ഈ പറയുന്ന സ്റ്റഡി ഒക്കെ കൺഫൈൻ ചെയ്യുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻസിലാണ്. CNC മെഷീൻ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റോബോട്ടിന്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പം ഈ സിസ്റ്റംസിന് പല രീതിയിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ്, ജോമെട്രിക് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള രീതിയിൽ. ഓക്കെ സോ ബിക്കോസ് ഓഫ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഏരിയാസ്, ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനിയും എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഒരു ഡീറ്റെയിൽ എക്യുപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പെൻഡിങ് റിസർച്ച് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ. ഓക്കെ സോ ദിസ് ഈസ് വാട്ട് DM എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ഇനി ഒരു തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന രീതിയിൽ കടക്കുകയാണ്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയും. ഓക്കെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്. അപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്? ഓക്കെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് ഇസ് എ സയൻസ്. Okay, the main research content of which are basic concepts and pivotal technology. The main research methods of which is the methodology of ഇതൊരു എന്താ പറയുക ഡെഫിനിഷൻ ആണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിന്റെ. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സയൻസ് ഭാഗം, അതായത് ദ കോൺസെപ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു DMR, വിർച്വൽ മാനുഫാക്ചറിങ്, നെറ്റ്വർക്ക് മാനുഫാക്ചറിങ്, ഇന്റലിജന്റ് മാനുഫാക്ചറിങ് ആൻഡ് അതേഴ്സ്. ഓക്കെ ഇതൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യത്തിന്റെ സയൻസ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് അതിന്റെ മെയിൻ കണ്ടന്റ്സ്, ബേസിക് കോൺസെപ്റ്റ്സിലെ ടെക്നോളജീസിന്റെ അല്ലെങ്കിൽ ഈ ഇൻഫോർമേറ്റീവ് സൈഡ്സിന്റെ അതിന്റെ റിസർച്ച് മെത്തേഡ്സ്, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത്. സോ അതിലോട്ട് കണക്കുകയാണെങ്കിൽ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സോ ദിസ് ഈസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ്. ഓരോ ഒബ്ജക്റ്റിന്റെയും കണ്ടന്റിന്റെയും റിസർച്ച് അനുസരിച്ചാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദർ ആർ 3 steps. ഓക്കെ actual demand of operation in DM system is analyzed and the operation reference mode and architecture mode of the DM is proposed. രണ്ടാമത്തത് മോഡലിംഗ് തിയറി ആൻഡ് മെത്തേഡ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് is analyzed. മൂന്നാമത്തത് the theory system of digital manufacturing science is put forward based on the above. ഇത് 3 സ്റ്റെപ്പാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത്, തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സയൻസ് എന്നുള്ള രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ആക്ച്വൽ ഡിമാൻഡ് ഓഫ് ഓപ്പറേഷൻ. ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം വെച്ചിട്ട് ഈ ഒരു ഓപ്പറേഷൻ ആക്ച്വൽ ഡിമാൻഡ് എന്താണെന്ന് അനലൈസ് ചെയ്യും. ഓക്കെ അതിന്റെ ഓപ്പറേഷൻ റെഫറൻസ് മോഡും ആർക്കിടെക്ചർ മോഡും പ്രൊപ്പോസ് ചെയ്യും. ഓക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ? തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ് ആണ്. ഓക്കെ നമ്മൾ എന്താണ് റിസർച്ച് ഒബ്ജക്റ്റ്, ഇല്ല അതിലെ കണ്ടന്റ് എന്താണെന്നുള്ള രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ടോട്ടലി. അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ്, അതിന്റെ ഡിമാൻഡ് എന്താണ്, ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം വെച്ച് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ള അനലൈസ് ചെയ്യും. ഓക്കെ അതിന് 2 മോഡുണ്ട്, ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ആൻഡ് ആർക്കിടെക്ചർ മോഡ് എന്ന് പറയും. ഇത് രണ്ടും പ്രൊപ്പോസ് ചെയ്യും. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓപ്പറേഷൻ റെഫറൻസ് മോഡ്, എന്താണ് ആർക്കിടെക്ചർ മോഡ് എന്നുള്ളത്. ഓക്കെ സോ ആദ്യം
ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം അനലൈസ് ചെയ്യുന്നു അല്ലെ, അതിന്റെ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നു, അതിന് ഓപ്പറേഷൻ റഫറൻസ് മോഡും ആർക്കിടെക്ചർ മോഡും പ്രപ്പോസ് ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു മോഡലിംഗ് തിയറി ആൻഡ് ഡിജിറ്റൽ മെത്തേഡ്, അതിനൊരു മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെന്റ് മോഡലിംഗ് തിയറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും അനലൈസ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നമ്മളൊരു തിയറി സിസ്റ്റം അതായത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മുന്നിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡെവലപ്മെന്റ് ഏത് സ്റ്റേജ് വരെയാണ്, എന്താണ് അതിന്റെ കീ ഇഷ്യൂസ് വരുന്നത്, അതിന്റെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്താണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്, കൊളാബറേറ്റ് ചെയ്യാനുള്ളതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, റൈറ്റ്? തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയിൽ റിസർച്ച് മെത്തേഡ്സ്, ഓക്കെ, റിസർച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, റിസർച്ച് മെത്തേഡ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ റിസർച്ച് ഒബ്ജക്റ്റ് ഓഫ് DM സയൻസ് എന്ത് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ DM സിസ്റ്റമാണ്. ഓക്കെ, ദ റിസർച്ച് ഒബ്ജക്റ്റ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് ഇസ് ദ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. ഓക്കെ, അതിന്റെ റിസർച്ച് മെത്തഡോളജി എന്താണ്, സിസ്റ്റം എഞ്ചിനീയറിംഗിന്റെ ഭാഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഫോർമാറ്റിക്സ് അതറിയാത്തതുകൊണ്ടോ? ഇൻഫോർമാറ്റിക്സ് സാധാരണ ഇൻഫോർമേഷൻ, റൈറ്റ്? ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ. ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സയൻസ് എന്നാണ് പറയുക. നമ്മൾ പ്രോസസ്സിംഗ് ഡാറ്റേൻ്റെയും സ്റ്റോറേജ് റിട്രീവലിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ഡാറ്റ ഇല്ലേ, അതിന്റെ സയൻസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ സാർ. അപ്പൊ അതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പം തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഇന്റർ ഡിസിപ്ലിനറി ഏരിയ ആണ് പുതിയത്. ഓക്കെ, അതിന് അതിൻ്റെതായ തിയറി സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആൻഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ആൻഡ് ആർക്കിടെക്ചർ മോഡ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ടോട്ടലി ഒരു തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ്. അപ്പോൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ആണ്. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം, ഈ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ആക്ച്വൽ ഡിമാൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിന്റെ ഓപ്പറേഷൻ റെഫറൻസ് മോഡും ആർക്കിടെക്ചർ മോഡും പ്രപ്പോസ് ചെയ്യുന്നു. കുറെ മോഡലിംഗ് തിയറീസ് ഉണ്ട്, ആ മോഡലിംഗ് തിയറീസും വെച്ചിട്ട് ഈ ടോട്ടൽ സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ രണ്ട് സ്റ്റെപ്പും വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് പുട്ട് ഫോർവേഡ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, റൈറ്റ്. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഒരു പർട്ടിക്കുലർ സ്കീമാറ്റിക് ഡയഗ്രാമാണ് നിങ്ങൾ കാണുന്നത്, റൈറ്റ്? ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഇൻഡിവിജ്വൽ എന്നാണ് നമ്മൾ സെൻട്രൽ കാണുന്നത് അല്ലെ. ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഇൻഡിവിജ്വൽ ഓർ അലയൻസ് മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്.
വിചാരിക്കുക, നമ്മളാണ് സെൻറ്റർ, റൈറ്റ്? ഡീറ്റെയിൽ മാനുഫാക്ചറിങ് ഇൻഡിവിജ്വൽ. അങ്ങനെ ഇൻഡിവിജ്വൽ അറിയാലോ, പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, ഓക്കെ, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സ്ഥലം, ഓക്കെ, അത് നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് ചുറ്റും എഴുതിയിരിക്കുന്നത്. ഓക്കെ, can see, right? Yes, sir. ഓക്കെ, ഒരു ബേസിക് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ്സ്, ദ ബേസിക് പ്രോസസ് ഓഫ് ദിസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എന്താ? ഡിസൈന്, സിമുലേഷൻ, പ്രൊഡക്ഷൻ, ഓക്കെ, ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അത് ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ ബേസിക് പ്രോസസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദ ബേസിക് പ്രോസസ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് മീൻസ് that the design, simulation and production of a particular product are completed in digital environment. Okay, so അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു അലയൻസ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്തൊക്കെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. There are different subsystems എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെന്റ് സിസ്റ്റംസ്, അതായത് മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൊലാബറേറ്റീവ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് സിമുലേഷൻ സിസ്റ്റം, അതേപോലെ കസ്റ്റമർ സർവീസ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതൊക്കെ ഒരു സിസ്റ്റംസ് ആണ്. അപ്പം എങ്ങനെ ഇതിനെ എന്താ പറയുക, നമുക്ക് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ സാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ബേസിക് പ്രോസസ്സ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ. ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിൽ നമ്മൾ ഡിസൈന്, സിമുലേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഒരു പർട്ടിക്കുലർ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്ച്വൽ ഐഡിയ ഉണ്ടാവണം, അതിനെ ജനറലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണം അല്ലേ. ഫോളോഡ് ബൈ ദ കമ്പ്യൂട്ടർ സിമുലേഷൻ അല്ലെങ്കിൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് പ്രോസസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പം ഫൈനലി ദ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്, റൈറ്റ്? അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പ്രൊഡക്ഷൻ റിസോഴ്സ് അല്ലെ, എങ്ങനെ ജനറലി എങ്ങനെയാണ് അല്ലെ, അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിക് കാര്യങ്ങൾ കുറേ അറിയണം അല്ലെ. പാർട്ട്നേഴ്സ്, പിന്നെ അലയൻസ് എന്തൊക്കെയാണ് അല്ലെ, പ്രൊഡക്ഷൻ റിസോഴ്സസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയണ്ടേ. അതിന്റെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അപ്പം സത്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു കളക്ട് സം മാർക്കറ്റ് ഇൻഫർമേഷൻ, അനലൈസ് കസ്റ്റമർ നീഡ്, റൈറ്റ്, ക്യാപ്ചർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ് അല്ലെ, റൈറ്റ്? ഇതൊക്കെ വേണ്ടേ. അപ്പം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു അതായത് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കളക്റ്റീവ് ഫീഡ്ബാക്ക് ഓഫ് ദിസ് ഇൻഫർമേഷൻ ഫ്രം യൂസേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ റെഫറൻസ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും കൂടിയിട്ട് നമ്മൾ ഒരു സബ് സിസ്റ്റംസ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ റെഫറൻസ് മോഡ് ഓഫ് ദ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഫിഗർ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, സോ I can say that a digital manufacturing individual അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ, ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഡിഫറെൻറ്റ് സബ് സിസ്റ്റംസ് ആണ് ഉണ്ടാവുക, നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, collaborative production and product design and simulation, collaborative product production and control, product quality management, product marketing and customer service. Okay, then
പറഞ്ഞത് Yes, sir. മനസ്സിലായില്ലേ? ചുരുക്കിയിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു എൻഷുർ ദ എഫക്റ്റീവ്നെസ് ഓഫ് എ മാനുഫാക്ചറിങ് പ്രോസസ് വി മസ്റ്റ് ഓൾസോ ഫസ്റ്റ് എൻക്വയർ ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. അല്ലെ, നമുക്ക് ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന സംഭവം എൻഷുർ ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഓൾസോ ഫസ്റ്റ് എക്വയർ ദ പ്രൊഡക്റ്റ് ഡിമാൻഡ്. അല്ലെ, പൊട്ടൻഷ്യൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ഡിമാൻഡ് അറിയണം. സോ ദർഫോർ വി നീഡ് ടു കളക്ട് market information, analyze customer need, capture opportunities in the market. അല്ലെ, ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സിനെ മെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് അല്ലെ പ്രോഡക്റ്റ് മസ്റ്റ് ബി ക്വിക്ലി ലോഞ്ച് ടു ദ മാർക്കറ്റ്. അല്ലെ, ബൈ ഫിനിഷിംഗ് ഇറ്റ്. അല്ലെ, ആൻഡ് then it is necessary to engage in the marketing and collect feedback information. അല്ലെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെയൊക്കെ ബേസിസിൽ there will be different subsystems. Okay, the operation reference mode of vehicle manufacturing science എന്ന് പറയുന്നതിൽ നമുക്ക് ഡിഫറെന്റ് സബ്സിസ്റ്റംസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. Okay, so the stable operation mode that supports digital system should include a great deal of subsystems. ഈ സബ്സിസ്റ്റംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. Okay, there are different subsystems. ഫസ്റ്റ് അല്ലെ നമ്മൾ പറഞ്ഞത് ആദ്യം നടുവിലുള്ള നമ്മുടെ മാനേജ്മെന്റ് അല്ലെ ഡിസിഷൻ മേക്കിംഗ് ഇൻഡിവിജ്വൽ ഓർ അലയൻസ്, ദെൻ മാർക്കറ്റ് ഡിമാൻഡ് അനാലിസിസ്. അത് നമ്മളൊരു ഓർഡറാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, മാർക്കറ്റ് ഡിമാൻഡ് അനാലിസ് ചെയ്യുന്നു, പ്രൊഡക്റ്റിന്റെ കൊലാബറേറ്റീവ് ഡിസൈൻ ചെയ്യുന്നു, അതിനെ സിമുലേറ്റ് ചെയ്ത് നോക്കുന്നു. ദെൻ മാനുഫാക്ചറിങ് മാനേജ്മെന്റ് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മാനുഫാക്ചറിങ് ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നു. Then we will do the product quality management. We will look into the product quality management. Then product marketing and at last customer service. Right? അതൊരു ഓർഡർ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെ, ഈ പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് ഒരു ഓർഡർ അല്ലേ? മാർക്കറ്റ് അനാലിസിസ്, പ്രൊഡക്റ്റിന്റെ ഡിസൈൻ, പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ്. അല്ലെ, ഇനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ്, ദെൻ മാർക്കറ്റിംഗ്, ദെൻ കസ്റ്റമർ സർവീസ്. ഇതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ റെഫറൻസ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓപ്പറേഷൻ റെഫറൻസ് മോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സബ്സിസ്റ്റംസ് ആണ് ഇത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടക്കാം. റൈറ്റ്? Okay, sir. അടുത്ത ക്ലാസ്സിന് ആർക്കിടെക്ചർ മോഡ് കൂടി നമ്മൾ ചെയ്യും. ഓക്കെ.